രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കെടുക്കുമ്പോൾ സമ്മിശ്രമായ നേട്ടം മാത്രമാണ് 2024 കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുക. ലോക്സഭയിൽ വിചാരിച്ചതിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയപ്പോഴും ഏറെ പ്രതീക്ഷിച്ചിരുന്ന മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ കൈവിട്ടു പോകുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഈ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ 2025 രണ്ട് സുപ്രധാന വെല്ലുവിളികളാണ് പാർട്ടിയെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ കാത്തിരിക്കുന്നത്. അതിലൊന്ന് അധികം വൈകാതെ തന്നെ നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഡൽഹിയിൽ ദേശീയ തലത്തിലെ സഖ്യകക്ഷികളായ AAP കോൺഗ്രസിനെ ഒപ്പം ചേർക്കാതെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇക്കുറിയും മത്സരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. അടുത്ത വർഷം അവസാനമായി തിരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും ഇവിടെ മുന്നൊരുക്കങ്ങൾ പാർട്ടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് മികച്ച നേട്ടം ഉണ്ടാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ എന്നത്തെയും പോലെ ലക്ഷ്യം. എന്നാൽ അതിനു മുന്നിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കാഴ്ചവെച്ച മോശം പ്രകടനങ്ങൾ കോൺഗ്രസിന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും തന്നെ കടുത്ത വിമർശനം നേരിടാൻ കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷ സഖ്യത്തിന്റെ നായക പദവി വഹിക്കാനുള്ള കോൺഗ്രസിന്റെ ആഗ്രഹത്തെ പലരും ഖണ്ഡിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ബീഹാറിൽ ഇത്തവണ കോൺഗ്രസ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന ആഗ്രഹം തന്നെയാണ് വച്ചു പുലർത്തുന്നത്. എന്നാൽ ഇവിടെ മത്സരിക്കാനുള്ള സീറ്റുകൾ നൽകുക എന്നത് സഖ്യത്തിന്റെ കയ്യിലുള്ള തീരുമാനമാണ്. RJD മനസ്സ് വെച്ചാൽ മാത്രമേ കോൺഗ്രസിന് സംസ്ഥാനത്ത് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ചുരുക്കം. എന്നാൽ ഡൽഹിക്ക് സമാനമായി AAPയെ പോലെ RJDയും പിന്നിൽ നിന്ന് കുത്തുമോ എന്ന ആശങ്ക കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ലാലു യാദവ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃനിരയിലേക്ക് വരാൻ മമതയ്ക്ക് നൽകിയ പിന്തുണയാണ്. ദേശീയ തലത്തിലെ വിഷയമാണിതെങ്കിലും ഇത് കോൺഗ്രസിന് നൽകുന്ന ആശങ്ക ചെറുതല്ല. NCP നേതാവ് ശരത് പവാർ, സമാജ് പാർട്ടി എന്നിവരും മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബീഹാർ ഉൾപ്പെടെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ സീറ്റ് വിതരണത്തിലും ഈ വിഷയം സ്വാധീനം ചെലുത്തുമോ എന്നിനി കണ്ടറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.